ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 ബീച്ച് റോഡിൽ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 ഞായറാഴ്ച വൈകിട്ട് 5 പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ബീച്ച് റോഡ് ജംഗ്ഷനിലെ കയ്യാനിക്കൽ ഗ്രൗണ്ടിൽ നടക്കും. സമ്മേളനം സംപൂജ്യ ശുദ്ധവിഗ്രഹ സ്വരൂപതീർത്ഥ ഫാദർ ഉദ്ഘാടനം ചെയ്യും. ചെമ്പുത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് കെ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭാരതീയ വിചാരകേന്ദ്രം ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ഹൈന്ദവ സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്നും യോഗത്തിനു മുമ്പായി 8ഓളം തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിരക്കളി മത്സരവും യോഗശേഷം ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് സംഘം ജില്ലാ പ്രചാർ പ്രമുഖ് പി കെ വേണു ചാലക്കുടി, ഏകതാ സമ്മേളനം സംയോജക് രാജേഷ് പയ്യനം, സഹസംയോജക് വിനീഷ് മുനിക്കടവ, കൺവീനർ ശരത് മുട്ടത്ത്, ഏകതാ സമ്മേളനം ഉപാധ്യക്ഷൻ NS പീതാംബരൻ എന്നിവർ അറിയിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതത്തിലെമ്പാടും എല്ലാ പഞ്ചായത്തുകളിലും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി പാണഞ്ചേരി പഞ്ചായത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ബീച്ച് റോഡ് ജംഗ്ഷനിലെ കയ്യാനിക്കൽ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഇതിൽ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ കെ രാജേഷ് അവറുകളാണ്. ഇതിന്റെ യോഗത്തിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംപൂജ്യ ശുദ്ധ വിഗ്രഹ സ്വരൂപ തീർത്ഥ ഫാദറാണ്. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ ഷാജി വരവൂർ അവറുകളാണ്. വിഭിന്നമായി കിടക്കുന്ന ഹിന്ദു സമുദായത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ചരടിൽ തീർത്ത മുത്തുകളെ പോലെ കോർത്തിണക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനം വിവിധ ഹൈന്ദവ സംഘടനകളുടെയും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ വൈകിട്ട് 5 മണിക്ക് 7ഓളം തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിരക്കളിയും അതിനുശേഷം 6:30 ഈ ഹിന്ദു സമ്മേളനം നടക്കുകയാണ്. ഇതിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഭാരവാഹികളും സംസാരിക്കുന്നതാണ്. അതിനുശേഷം ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഹിന്ദു ഏകതാ സമ്മേളനം വിജയമാക്കുവാൻ, ഭംഗിയാക്കുവാൻ, ഐശ്വര്യമാക്കുവാൻ എല്ലാ ഹിന്ദു വിശ്വാസികളെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവം, ഏറെ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.